സ്വന്തം വൃക്കകളിൽ ഒന്ന് പകുത്തു നൽകി വൈദികനാകുക എന്ന മകന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ അമ്മയുടെ സ്നേഹ ആശിസ്സുകൾ സ്വീകരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഫാദർ വിൻകോയുടെ ജീവിത സാക്ഷ്യം സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നു. രണ്ടാമതും തനിക്ക് ജീവൻ സമ്മാനിച്ച അമ്മ റൂബിയുടെ ത്യാഗമാണ് തന്നെ ഇന്ന് അൾത്താരയിൽ നിർത്തിയിരിക്കുന്നത് എന്ന ചിന്ത പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷകൾക്കിടെ തന്നെ വികാരാധീനനാക്കുകയായിരുന്നു എന്ന് ഫാദർ വിൻകോ പറഞ്ഞു. തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് ടോണി നീലങ്കാവിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംപ്ഷൻ ഫൊറോന ദേവാലയത്തിൽ വെച്ചായിരുന്നു മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ ഫാദർ വിൻകോയുടെ തിരുപ്പട്ട ശുശ്രൂഷ നടന്നത്. 6 മാസം മുൻപാണ് വിൻകോയുടെ അമ്മ സ്വന്തം വൃക്ക അദ്ദേഹത്തിന് ദാനം ചെയ്തത്. ജൂൺ 14 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ വിൻകോ ജീവിതത്തിലേക്ക് മടങ്ങിയപ്പോൾ തന്റെ പൗരോഹിത്യ ജീവിതം അമ്മയുടെ മഹാത്യാഗത്തിന്റെ ഫലമാണെന്നുള്ള കൃതാർത്ഥതയിൽ താൻ വൈദികനായാൽ എല്ലാ ദിവസവും അമ്മയ്ക്കായി പരിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് ഫാദർ വിൻകോ വാക്ക് നൽകുകയുണ്ടായി. തിരുപ്പട്ട സ്വീകരണ ശേഷമുള്ള ആദ്യ വിശുദ്ധ കുർബാന ഉൾപ്പെടെ താൻ അർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയിലും അമ്മയെ ഓർക്കുമെന്ന വാക്ക് ഫാദർ വിൻകോ പാലിക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യത്തിലേക്കുള്ള ദീർഘവും ദുഷ്കരമായതുമായ യാത്രയ്ക്ക് ശേഷം 3000-ഓളം വിശ്വാസികളെ സാക്ഷിയാക്കി ഹൊബാർട്ട് അതിരൂപതയ്ക്ക് വേണ്ടി ഫാദർ വിൻകോ മുരിയാടൻ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് കുഞ്ഞുനാൾ മുതലുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം കൂടിയായിരുന്നു. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയപ്പോൾ മകനു വേണ്ടി സ്വന്തം വൃക്ക ദാനം ചെയ്യുവാൻ മുന്നോട്ടു വന്ന അമ്മയുടെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പരിണിത ഫലമായാണ് ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ദൈവം അനുവദിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. തന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നുവെന്നും അനുദിന ദിവ്യബലിയിൽ തന്റെ അമ്മയായ റൂബിയുടെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നും ഈ നവവൈദികൻ പറഞ്ഞുവെക്കുന്നു. ഏറെ വർഷങ്ങളായി താൻ ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇതൊരു സമ്പൂർണ്ണ കീഴടങ്ങലായിരുന്നു. കുട്ടിക്കാലം മുതൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അൾത്താരയിൽ വരാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും താൻ കാത്തിരുന്ന നിമിഷമായിരുന്നു ഇതെന്നും ഇപ്പോൾ തന്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടുവെന്നും യേശുക്രിസ്തുവിന്റെ പുരോഹിതനായതിൽ താൻ വളരെ സന്തുഷ്ടനാണ് എന്നും ഫാദർ വിൻകോ കൂട്ടിച്ചേർത്തു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.